RSSുമായുള്ള ചർച്ച വിവാദത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിപ്പറഞ്ഞ സമസ്തയും മുസ്ലിം ലീഗും. ജമാഅത്തെ ഇസ്ലാമി RSSന് കീഴടങ്ങുകയാണെന്ന് സംസ്ഥാന നേതാവ് അബ്ദുൾ സമദ് പൂക്കോട്ടൂർ കുറ്റപ്പെടുത്തി. RSSുമായി യോജിച്ചു പോകേണ്ട ഒരു സാഹചര്യവുമില്ലെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. RSSുമായി ചർച്ച നടത്തിയ ജമാഅത്തെ ഇസ്ലാമി നിലപാട് മതേതര മൂല്യങ്ങളെ ദുർബലപ്പെടുത്തുമെന്ന് ഡോക്ടർ MK മുനീറും വ്യക്തമാക്കി. RSSുമായി അടച്ചിട്ട മുറിയിൽ രഹസ്യ ചർച്ച നടത്തിയെന്ന് ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം സമ്മതിച്ചിരുന്നു. ജനുവരി 14-ന് ന്യൂഡൽഹിയിൽ നടന്ന ഈ ചർച്ചയാണ് പുതിയ വിവാദങ്ങൾക്ക് വഴി തുറന്നിരിക്കുന്നത്. ഈ സംഭവത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് സമസ്ത നേതൃത്വവും മുസ്ലിം ലീഗും ഉന്നയിച്ചത്. RSSന്റെ അടിസ്ഥാന തത്വം ഹിന്ദുത്വമാണെന്നും അവർ മതേതരത്വത്തെ അംഗീകരിക്കാത്തവരാണെന്നും സമസ്ത നേതാവ് അബ്ദുൾ സമദ് പൂക്കോട്ടൂർ പറഞ്ഞു. ഫാസിസ്റ്റ് സ്വഭാവമുള്ളവരുമായുള്ള ചർച്ച പ്രസക്തമല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യൻ മതേതരത്വത്തെ അംഗീകരിക്കാതെ രാഷ്ട്രപിതാവിന്റെ വധത്തെ ന്യായീകരിച്ചുകൊണ്ട് ഒരു ഫാസിസ്റ്റ് സ്വഭാവത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയെ ചർച്ചയ്ക്ക് പോയി നമുക്ക് മാറ്റിത്തിരുത്താൻ കഴിയുമെന്ന് ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ? അതൊരു മൗഢ്യധാരണയല്ലേ? മാത്രമല്ല, ഇന്ത്യയുടെ ഭരണകൂടത്തിന്റെ ഭാഗമായി ഒരു വലിയ ശക്തിയായി മാറിയിട്ടുണ്ട് എന്ന് കരുതി അവർക്ക് കീഴടങ്ങാൻ പോകുന്നത് പോലെ, അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ അടിയറവ് പറയാൻ പോകുന്നത് പോലെ ഈ ചർച്ച ചിത്രീകരിക്കപ്പെട്ടാൽ അത് തെറ്റല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചർച്ച ഒരിക്കലും പ്രസക്തമല്ല എന്നാണ് വ്യക്തിപരമായ എന്റെ അഭിപ്രായം. RSSനെതിരെ മതേതര കക്ഷികൾ യോജിച്ചു പോരാടേണ്ട സമയമാണിതെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. വർഗീയത വളർത്തുന്ന സമീപനം സ്വീകരിക്കുന്നവരുമായുള്ള ചർച്ചയ്ക്ക് യാതൊരു അടിസ്ഥാനവുമില്ലെന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി വ്യക്തമാക്കി. ഇപ്പോ BJP ആയിട്ടും RSS ആയിട്ടും ഒന്നും ഒരു ചർച്ചയ്ക്കൊരു സാഹചര്യം ഇപ്പോ ഇന്ത്യ രാജ്യത്തില്ല. കാരണം എല്ലാ മതേതര കക്ഷികളും കൂടി യോജിച്ച് അവരോട് ഫൈറ്റ് ചെയ്യുക. ആ ഫൈറ്റ് ചെയ്യുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അല്ലാതെ അവരുമായി യോജിച്ചു പോകുന്ന ഒരു സാഹചര്യം ഇല്ലതാനും അവരൊട്ട് സൃഷ്ടിച്ചിട്ടുമില്ല. RSS മതേതരത്വത്തിൽ വിശ്വസിക്കുന്നവർക്ക് അസ്പർശ്യമായ പ്രധാനമാണെന്ന് പറഞ്ഞ ഡോക്ടർ MK മുനീർ ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടിനോട് യോജിക്കാനാവില്ലെന്ന് തുറന്നടിച്ചു. മതേതര വിശ്വാസ പ്രമാണങ്ങളെ മുറുകെ പിടിക്കുന്നവർക്ക് RSSുമായി ഒരു സന്ധി സംഭാഷണമോ അല്ലെങ്കിൽ ഒരു മീഡിയേഷൻ ചർച്ചയോ ചെയ്യുന്നത് അങ്ങേയറ്റം അപകടകരമാണ്. മതേതര ശക്തിയുടെ പോരാട്ടത്തെ ദുർബലപ്പെടുത്തുന്നതാണ് ജമാഅത്തെ ഇസ്ലാമി RSS കൂടിക്കാഴ്ചയെന്ന് KPCC മുൻ അധ്യക്ഷൻ KM മുരളീധരനും കോഴിക്കോട് വ്യക്തമാക്കി. RSSുമായി ചർച്ച നടത്താൻ തയ്യാറായ ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ലെന്നാണ് സമസ്തയും മുസ്ലിം ലീഗും വ്യക്തമാക്കുന്നത്. RSSന്റെ വർഗീയ ഫാസിസത്തിനെതിരായ ന്യൂനപക്ഷ പോരാട്ടത്തെ ഇത് ദുർബലപ്പെടുത്തുമെന്ന് അവർ കാണുന്നു. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.